ഹലോ ഗായ്സ്, ഇന്നത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ സ്ലിം ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടിയപ്പവും നമ്മുടെ തേങ്ങാപ്പാലും ആയിരുന്നു കേട്ടോ. തേങ്ങാപ്പാലും ഇടിയപ്പം നല്ല കോമ്പിനേഷൻ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ വിഷു ആയിട്ട് ഞങ്ങളിപ്പോൾ വേറൊരു പുറത്ത് വരെ കറങ്ങാൻ പോവാണ്. വിഷുവൊക്കെ അല്ലേ, അപ്പോൾ എന്നും നീ വീട്ടിലിരിപ്പോൾ മാത്രമാണ്. അപ്പോൾ വിഷു ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്ത് പോകാം, എല്ലാവരുമായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് മലങ്കര ഡാമാട്ടോ പോണത്. തൊടുപുഴയിലുള്ള സ്ഥലമാണ്. അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പാർക്കും ഊഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ പാട്ടും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആവുമെന്ന് കരുതി അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് അവിടെ ഇരിക്കാനുള്ള കസേരകൾ പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും നല്ല രസമാണ്. ഒരു ചെറിയ തണുത്തൊരു കാറ്റൊക്കെ പോലെ. പിന്നെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമുക്കവിടെ 5:30 വരെയാണ് സമയമുള്ളത്. രാവിലെ 10 മണി തൊട്ട് 5:30 വരെ ആണ് സമയമുള്ളത്. ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. പിന്നെ അതിനകത്തേക്ക് വണ്ടി കയറ്റുന്നതിന് എക്സ്ട്രാ 5 രൂപയുണ്ട്. അപ്പം അങ്ങനെയാണ് ചാർജൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അവരുണ്ടെങ്കിലും കൂടെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നിരുന്നു ക്യാമറയിലേക്ക് നോക്കാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ കാണിക്കാൻ പറയുന്നതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട്. പിന്നെ അവിടെ ഞാൻ കുറച്ചും വന്നു കഴിയുമ്പോൾ നിങ്ങൾ തുണിയൊന്നും ഇട്ടിരിക്കുന്നത് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഒരു സിനിമ നടൻ മുങ്ങി മരിച്ചത് ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ മലങ്കര ഡാമിനടുത്ത് ഒരു സിനിമ നടൻ മുങ്ങി മരിച്ചതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. ഉള്ളിലേക്ക് നമുക്ക് വണ്ടി കൊണ്ട് പോകാം. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇച്ചിരി നടന്നു പോകുന്നതാണ് ഇച്ചിരി നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് നടന്നു പോകാനും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുഞ്ഞു വീടുകളാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡാമിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ എല്ലാവരും വെയിലായതുകൊണ്ട് എല്ലാവരും ഡ്രസ്സൊക്കെ അലക്കി നല്ല ഇങ്ങനെയൊക്കെ വിരിച്ചിട്ടിരിക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങ് കുറേ നടന്നു പോകുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വേറൊരു ഗേറ്റ് പോലെ ഉണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ കാണാം കേട്ടോ. പിന്നെ അവിടുത്തെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു കാറ്റും അങ്ങനെ വലിയ വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളതുകൊണ്ട് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഞങ്ങൾ നടന്നു പോവാണ്. ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മലങ്കര ഡാം എന്ന് പറഞ്ഞ്. അപ്പോൾ അനീറ്റ് പറഞ്ഞത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഇതൊന്നും ഉപയോഗിക്കാൻ, ഫോട്ടോസും അതുപോലെ തന്നെ ക്യാമറ എടുക്കുന്നൊന്നും എന്താ പറയുക അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും പിന്നെ എല്ലാവരും തന്നെ ഫോൺ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മാത്രം ഉപയോഗിക്കേണ്ടിയിരുന്നു. പക്ഷേ അതിന് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ ഞാൻ എന്തായാലും എനിക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒന്നുകൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വെച്ചാൽ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. പിന്നെ വലിയ വണ്ടിയിൽ കുറേ ആൾക്കാർ, ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് വലിയ വണ്ടിയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നടക്കാനായപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ലവേഴ്സിനൊക്കെ നല്ലൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു പ്രൈവസി ഉണ്ട് കേട്ടോ. അതുപോലെ ഡാം അങ്ങോട്ട് കുറേ ഉള്ളിലൊക്കെ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫ്രണ്ടോട്ട് നടന്നു. അപ്പോൾ അവരങ്ങ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടയെ പറഞ്ഞു അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടയെ അവിടെ ഞാൻ പറഞ്ഞു ഹായ് പറയുമ്പോൾ എന്നെ കുറേ ഇന്ന് കളയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വോയിസ് ആടാക്കിയിട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് എന്നെ കളയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനതൊന്നും ആടാക്കിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഞാൻ കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ എന്നെ എന്തോ ഇതാക്കി പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യത്തോടെ മുഖം അങ്ങനെ നോക്കിയതാണ്. പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയൊക്കെ വന്നു. അപ്പോൾ ഞാനങ്ങനെ ചിരിച്ചതാണ് കേട്ടോ. ഓരോന്നിങ്ങനെ പൊട്ടത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇച്ചിരി വൈകുന്നേരത്തിലൊരു വൈബ് വരുവാണെങ്കിൽ നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു മണിയൊക്കെ സംതിങ് ആയപ്പോൾ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ബൈക്കിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീടിനെ അവിടെ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ബൈക്ക്. അപ്പോൾ ഞാൻ ചേട്ടോട് പറഞ്ഞു ഒന്ന് നോക്ക്, ഇതിനെപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അത് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം പോരാന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ ഐസ്ക്രീം കണ്ടു. എൻ്റെ പൊന്നോ, ഐസ്ക്രീമിനെ കുറിച്ച് ഒന്നും പറയണ്ട, ഭയങ്കര ശോകമായിരുന്നു.
ഞാനൊരു മറ്റേ ഈ കോൺ പോലത്തെ ഈ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ ഓറഞ്ച് പോലത്തെ പഴയ നമ്മുടെ നൊസ്റ്റാളജിയാണ് നൊസ്റ്റുമാണ്. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എൻ്റെ പൊന്നോ, എനിക്കൊന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എന്താണെന്ന് തോന്നുന്നു. ഞാനത് മേടിച്ച് കഴിച്ച് എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്തു. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു. അപ്പം അനിയത്തിയോട് പറയുമ്പോഴത്തേന് അനിയൻ പറഞ്ഞു, അവനിങ്ങനെ തുപ്പി. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോടാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഉണ്ട്, ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വല്ല ഫുഡ് പോയ്സൺ ആവുമെന്ന് കരുതി ഞാൻ ഫുഡ് മൊത്തം കുടഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ പുറമേ നമുക്ക് കഴിക്കാമല്ലോ, അപ്പോൾ ആ സാധനം മാത്രം ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര വെയിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ കളയുന്നുണ്ട്, അത് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് വിനോദിനി.